റഷ്യയുടെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ബെലാറൂസിന്റെ ഭാഗത്തുനിന്ന് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകവും ഒരേ സമയം സങ്കീർണവുമായ പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യുക്രൈൻ അതിർത്തിയിൽ റഷ്യയും ബെലാറൂസും സംയുക്തമായി വൻതോതിലുള്ള തന്ത്രപ്രധാന ആണവാഭ്യാസങ്ങൾ നടത്തുന്നതിനിടയിലാണ് ബെലാറൂസിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുഷാഷെങ്കോ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. തങ്ങളുടെ രാജ്യം നേരിട്ട് ആക്രമിക്കപ്പെടാത്ത പക്ഷം ബെലാറൂസ് സൈന്യം യുക്രൈൻ യുദ്ധത്തിൽ പങ്കാളികളാകില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എങ്കിലും ബെലാറൂസിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ അധിനിവേശം ഉണ്ടായാൽ റഷ്യയുമായി ചേർന്ന് കടുത്ത സംയുക്ത പ്രതിരോധം തീർക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പും ലുകാഷെങ്കോ നൽകിയിട്ടുണ്ട്. മോസ്കോയും മിൻസ്കും തമ്മിലുള്ള സൈനിക സഖ്യം എത്രത്തോളം ശക്തമാണെന്ന് ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പാശ്ചാത്യ ശക്തികൾക്കും നാറ്റോ സഖ്യത്തിനും ഒരേ സമയം അന്ത്യശാസനം നൽകുന്ന രീതിയിലാണ് ബെലാറൂസിയൻ ഭരണാധികാരി കാര്യങ്ങൾ വിശദീകരിച്ചത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ നടന്ന വൻ ആണവ സൈനികാഭ്യാസത്തിന് ശേഷമാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. റഷ്യയുടെയും ബെലാറൂസിന്റെയും ആണവ നിയന്ത്രണ സംവിധാനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള തന്ത്രപ്രധാനമായ ആസൂത്രണങ്ങൾ ഈ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി നടന്നു. രണ്ട് രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വങ്ങൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ സംയുക്ത സൈനികാഭ്യാസത്തിൽ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും വിക്ഷേപണ പരിശീലനങ്ങളും ഉൾപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പടക്കോപ്പുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനുള്ള ഇരു രാജ്യങ്ങളുടെയും സജ്ജീകരണം പരീക്ഷിക്കപ്പെട്ടു. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന ആയുധ പിന്തുണയ്ക്ക് മറുപടിയായി കനത്ത സൈനിക ശക്തി പ്രകടിപ്പിക്കുകയായിരുന്നു റഷ്യൻ ബെലാറൂസ് സഖ്യം. ലുകാഷെങ്കോയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നിലപാടുകൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു നാടകീയമായ വഴിത്തിരിവ് ഈ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്ന ഒരു അപ്രതീക്ഷിത വാഗ്ദാനം ബെലാറൂസിയൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും യുദ്ധക്കനൽ പുകയുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു പുതിയ നയതന്ത്ര സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുക്രൈനുമായി സമാധാനപരമായ ചർച്ചകൾക്ക് ബെലാറൂസ് ഇപ്പോഴും തയ്യാറാണെന്ന സന്ദേശം നൽകുന്നതിലൂടെ തങ്ങൾ വെറും ഒരു യുദ്ധ കൊതിയന്മാരല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ലുകാഷെങ്കോ ശ്രമിക്കുന്നത്. റഷ്യയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്ക് ചാടി വീഴാൻ ബെലാറൂസ് ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണത്. യുദ്ധം തുടങ്ങി ഇത്രയും നാളായിട്ടും സ്വന്തം സൈന്യത്തെ യുക്രൈൻ മണ്ണിലേക്ക് അയക്കാതിരുന്ന ലുകാഷെങ്കോയുടെ തന്ത്രപരമായ വിദേശ നയത്തിന്റെ തുടർച്ചയാണിത്. എന്നാൽ സെലൻസ്കിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഈ ക്ഷണം യുക്രൈൻ എങ്ങനെ സ്വീകരിക്കുമെന്നത് പ്രവചനാതീതമാണ്. റഷ്യൻ സൈന്യത്തിന് യുക്രൈനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകിയ ചരിത്രമാണ് ബെലാറൂസിനുള്ളത് എന്നതിനാൽ കീവിന് ലുകാഷെങ്കോയിലുള്ള വിശ്വാസം വളരെ കുറവാണ്. മാത്രമല്ല, പുടിന്റെ ശക്തമായ നിഴലിൽ നിൽക്കുന്ന ബെലാറൂസിന് സ്വതന്ത്രമായി ഒരു സമാധാന ചർച്ച നടത്താൻ എത്രത്തോളം സാധിക്കുമെന്ന കാര്യത്തിലും യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും കടുത്ത സംശയമുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ യുക്രൈന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബെലാറൂസിന്റെ നിലപാടുകൾ ഈ യുദ്ധത്തിൽ നിർണായകമാണ്. ബെലാറൂസ് നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ അത് യുക്രൈന് വടക്കു ഭാഗത്ത് നിന്ന് പുതിയൊരു വലിയ യുദ്ധമുഖം തുറക്കാൻ കാരണമാകും. നാറ്റോ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ബെലാറൂസിന്റെ ആണവ കരുത്ത് വർദ്ധിക്കുന്നത് കടുത്ത ഭീഷണിയാണ്. ബെലാറൂസിൽ ഇതിനകം തന്നെ റഷ്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ നടന്നിരിക്കുന്ന സംയുക്ത ആണവാഭ്യാസം പോളണ്ട്, ലിത്വാനിയ തുടങ്ങിയ അയൽപക്കത്തുള്ള നാറ്റോ അംഗരാജ്യങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേരിട്ടുള്ള സാന്നിധ്യത്തിൽ നടന്ന വൻ ആണവ സൈനികാഭ്യാസത്തിന് ശേഷമാണ് ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. റഷ്യയുടെയും ബെലാറൂസിന്റെയും ആണവ നിയന്ത്രണ സംവിധാനങ്ങളെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള തന്ത്രപ്രധാനമായ ആസൂത്രണങ്ങൾ ഈ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി നടന്നു. രണ്ട് രാജ്യങ്ങളുടെയും സൈനിക നേതൃത്വങ്ങൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കുകയായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ സംയുക്ത സൈനികാഭ്യാസത്തിൽ അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളുടെയും ക്രൂയിസ് മിസൈലുകളുടെയും വിക്ഷേപണ പരിശീലനങ്ങൾ ഉൾപ്പെട്ടിരുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.
ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള പടക്കോപ്പുകൾ കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്തുവിടാനുള്ള ഇരു രാജ്യങ്ങളുടെയും സജ്ജീകരണം പരീക്ഷിക്കപ്പെട്ടു. പാശ്ചാത്യ രാജ്യങ്ങൾ യുക്രൈന് നൽകുന്ന ആയുധ പിന്തുണയ്ക്ക് മറുപടിയായി കനത്ത സൈനിക ശക്തി പ്രകടിപ്പിക്കുകയായിരുന്നു റഷ്യൻ ബെലാറൂസ് സഖ്യം. ലുകാഷെങ്കോയുടെ ഈ വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക നിലപാടുകൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു നാടകീയമായ വഴിത്തിരിവ് ഈ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താൻ തയ്യാറാണെന്ന ഒരു അപ്രതീക്ഷിത വാഗ്ദാനം ബെലാറൂസിയൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും യുദ്ധക്കനൽ പുകയുന്ന ഈ സാഹചര്യത്തിൽ ഇതൊരു പുതിയ നയതന്ത്ര സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. യുക്രൈനുമായി സമാധാനപരമായ ചർച്ചകൾക്ക് ബെലാറൂസ് ഇപ്പോഴും തയ്യാറാണെന്ന സന്ദേശം നൽകുന്നതിലൂടെ തങ്ങൾ വെറുമൊരു യുദ്ധക്കൊതിയന്മാരല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനാണ് ലുകാഷെങ്കോ ശ്രമിക്കുന്നത്. റഷ്യയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പൂർണ്ണമായും ഒരു യുദ്ധത്തിലേക്ക് ചാടി വീഴാൻ ബെലാറൂസ് ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണിത്. യുദ്ധം തുടങ്ങി ഇത്രയും നാളായിട്ടും സ്വന്തം സൈന്യത്തെ യുക്രൈൻ മണ്ണിലേക്ക് അയക്കാതിരുന്ന ലുകാഷെങ്കോയുടെ തന്ത്രപരമായ വിദേശ നയത്തിന്റെ തുടർച്ചയാണിത്. എന്നാൽ സെലൻസ്കിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഈ ക്ഷണം യുക്രൈൻ എങ്ങനെ സ്വീകരിക്കുമെന്നത് പ്രവചനാതീതമാണ്. റഷ്യൻ സൈന്യത്തിന് യുക്രൈനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണ് വിട്ടു നൽകിയ ചരിത്രമാണ് ബെലാറൂസിനുള്ളത്. എന്നതിനാൽ കീവിന് ലുകാഷെങ്കോയിലുള്ള വിശ്വാസം വളരെ കുറവാണ്. മാത്രമല്ല, പുടിന്റെ ശക്തമായ നിഴലിൽ നിൽക്കുന്ന ബെലാറൂസിന് സ്വതന്ത്രമായ ഒരു സമാധാന ചർച്ച നടത്താൻ എത്രത്തോളം സാധിക്കുമെന്ന കാര്യത്തിലും യുക്രൈനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും കടുത്ത സംശയമുണ്ട്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ യുക്രൈന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബെലാറൂസിന്റെ നിലപാടുകൾ ഈ യുദ്ധത്തിൽ നിർണായകമാണ്. ബെലാറൂസ് നേരിട്ട് യുദ്ധത്തിലേക്ക് പ്രവേശിച്ചാൽ അത് യുക്രൈന് വടക്കു ഭാഗത്തു നിന്ന് പുതിയൊരു വലിയ യുദ്ധമുഖം തുറക്കാൻ കാരണമാകും. നാറ്റോ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും ബെലാറൂസിന്റെ ആണവ കരുത്ത് വർദ്ധിക്കുന്നത് കടുത്ത ഭീഷണിയാണ്. ബെലാറൂസിൽ ഇതിനകം തന്നെ റഷ്യ തങ്ങളുടെ തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ഇതിന് പിന്നാലെ ഇപ്പോൾ നടന്നിരിക്കുന്ന സംയുക്ത ആണവാഭ്യാസം പോളണ്ട്, ലിത്വാനിയ തുടങ്ങിയ അയൽപക്കത്തുള്ള നാറ്റോ അംഗരാജ്യങ്ങളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ച് ബെലാറൂസിനെ തങ്ങളുടെ ആണവ പ്രതിരോധത്തിന്റെ മുന്നണി പോരാളിയായി നിലനിർത്തേണ്ടത് പാശ്ചാത്യ രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ അത്യന്താപേക്ഷിതമാണ്. ലുകാഷെങ്കോയുടെ ഈ ഇരട്ട നിലപാട്, അതായത് ഒരു വശത്ത് ആണവ ഭീഷണിയും മറുവശത്ത് ചർച്ചയ്ക്കുള്ള സന്നദ്ധതയും അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. റഷ്യൻ പക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ തീവ്രത കുറയ്ക്കാനുള്ള ഒരു മധ്യസ്ഥന്റെ റോൾ ഏറ്റെടുക്കാൻ ലുകാഷെങ്കോ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുന്നത്. യുക്രൈൻ യുദ്ധം ദീർഘകാലമായി നീണ്ടുപോകുന്നത് ബെലാറൂസിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം മിൻസ്ക് വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകുന്നത് രാജ്യത്തിന്റെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ലുകാഷെങ്കോയ്ക്ക് നന്നായി അറിയാം. വരും ദിവസങ്ങളിൽ ലുകാഷെങ്കോയുടെ ഈ ചർച്ചാ വാഗ്ദാനത്തോട് വ്ളോഡിമിർ സെലൻസ്കിയും US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ സഖ്യവും എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും യൂറോപ്പിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യം. റഷ്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ നിഴലിൽ നിന്നുകൊണ്ട് ബെലാറൂസ് നടത്തുന്ന ഈ നയതന്ത്ര നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിലെയും പസഫിക് മേഖലയിലെയും പ്രതിസന്ധികൾക്കിടയിൽ ലോകത്തെ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്ക് നയിക്കുകയാണ്.